ഇത് നീ ആടോട്ടിച്ചോ മനു മുദ്രാക്കി ഞാൻ വിളിച്ചാലോ പറഞ്ഞ കേക്കട്ടെ. ഇല്ല ഇല്ല മരിക്കുന്നില്ല നിർത്ത്. മരിക്കുന്നില്ല. പിന്നെ നമ്മളെല്ലാവരും നല്ല ഡിസിപ്ലിൻ ആയിരിക്കണം. പിന്നെ വിളിച്ചിരുന്ന മുദ്രാവാക്യം മാത്രം ഏറ്റു വിളിച്ചാൽ മതി. അവന് തോന്നുന്ന പോലെ വിളിക്കരുത്. നമ്മളെ ശക്തി തെളിയിക്കാനുള്ള അവസാന ചാൻസ് ആണ്. എല്ലാവരും നല്ല പവറിൽ വിളിച്ചോളണം. വിളിച്ചോളൂടാ. എന്താടാ നമ്മള് ഗിരിയാടെ ശരിയാണല്ലോ. ഗിരി എവിടെ? ഓൻ പാർട്ടി മാറി. ബെസ്റ്റ്. അവനെ കേശവന്റെ ജാതി കണ്ടി. എനിക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. ജീവിക്കുന്നെങ്കിൽ ഒരു SFI കാരനായിട്ട്, അതല്ല മരിക്കുന്നെങ്കിൽ അതും ഒരു SFI കാരനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുത്തോണ്ട് കൂടെ വന്നേ അവൻ. ഇപ്പൊ കേസോക്കാർ വല്ല ബിരിയാണി മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? വിട്ടേക്കടാ. വെറുതെ അവനെ നമ്മൾ ഓന്തിരിന്ന് വിളിക്കുന്നേ. എങ്ങനെ വിടാൻ? ഓ നമ്മുടെ സ്ഥാനാർത്ഥിയാ. സ്ഥാനാർത്ഥി കാല് മാറിയ പിന്നെ നമ്മൾ ആർക്ക് വേണ്ടി മുദ്രാക്കി വിളിക്കുന്നത്? ഇപ്പൊ നമുക്കിനി പ്രചരണത്തിന് മണിക്കൂറിൽ മാത്രമേ ഉള്ളൂ. ഈ സമയം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലം. ഒരടി പൊട്ടിയ മാങ്കുറ്റി കയറി അത് മുതലെടുക്കും. പിന്നെ നമ്മൾ തോക്കും, അതുറപ്പാ. നമ്മൾ വിട്ടു. ഞാൻ കുഴപ്പമുണ്ടാക്കൂല. മുഖ്യമന്ത്രിക്ക് നേരെ കണ്ണൂരിൽ ആക്രമണം. പ്രതിഷേധക്കാരുടെ കല്ലേറിൽ തലയ്ക്ക് പരിക്കേറ്റ മുഖ്യമന്ത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനാധിപത്യത്തിന് നേരെ നടന്ന ആക്രമണമാണ് കണ്ണൂരിൽ നടന്നതെന്ന് ഇന്നു മുതൽ ഞാൻ അടിയുറച്ചൊരു കേസോക്കാരനായിരിക്കും. അടിയുറപ്പാ. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അല്ല, കഴിഞ്ഞ കൊല്ലം കേസൊന്നും മറിച്ചാടുമ്പോൾ എനിക്ക് പേടിയൊന്നും കണ്ടിട്ടില്ലല്ലോ. കേസൊന്നും മാറുന്ന പോലല്ല SFI എന്ന് മാറുന്നത്. പിന്നെ 10 വർഷം DPM MP ആയിരുന്ന AP അബ്ദുള്ളക്ക് വരെ നമ്മളെ പാർട്ടിലോട്ട് ആടി. പിന്നെയല്ലേ നീ? എൻ്റെ മാൻകുട്ടി നേതാക്കന്മാർക്ക് എങ്ങോട്ട് വേണം പോവാ. അതുപോലല്ലേ ഞങ്ങൾ അണികളുടെ കാര്യം. എനിക്ക് അടി ഉറപ്പാ. കൊല്ലാതെ വിട്ടാൽ മതിയേനു. എൻ്റെ പൊന്നുഗിരി, നിനക്കൊരു ധൈര്യത്തിന് വേണ്ടി ഒരു കഥ പറഞ്ഞുതരാം. പണ്ട് നമ്മളെ നാട്ടിലെ ധീരനായൊരു ഇടതുപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മൂപ്പര് വലത്തോട്ടി അടി. എന്നിട്ട് കഥ കഴിഞ്ഞു. ആദ്യത്തടി നിനക്ക്. ഈ ബിരിയാണി മേടിച്ചത് കാല് മാറല്ലേ? ഇനി ഞാൻ കാല് മാറില്ല. ഈ കാലാണ് സത്യം. ഇത്തവണെങ്കിലും ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താ നമുക്ക് പറ്റിയേ? ഇലക്ഷന്റെ തലസ്ഥാടി അത് തന്നെ കാര്യം. അപ്പൊ അതോടെ പ്രശ്നം. എല്ലാ ക്ലാസ്സിലും കയറി എന്നെ തോപ്പിക്കണോ പറഞ്ഞു നടക്കലായിരുന്നോ? അവളൊരു തോപ്പിച്ചു. എല്ലാ തവണയും തോറ്റ പോലെ 300-400 വോട്ടിന്റെ വ്യത്യാസം എല്ലാം നമ്മൾ തോറ്റെ. വെറും 20-30 വോട്ടില്ല. വെറും 16 വോട്ടിന്റെ വ്യത്യാസത്തിൽ എന്റെ ചെയർമാൻ സ്ഥാനം പോയെ. വരുന്നുണ്ടോ? ഇപ്പൊ തുടങ്ങും തെറിവിളി. ഇതൊന്നും കേട്ട് ഞാൻ നോക്കിക്കൊന്നില്ല. പിന്നെന്ത് ചെയ്യും? ഞാൻ ചെവി ഒത്തിക്കും. ഒരുത്തനും ഒരുത്തരെയും വിളിക്കൂല. ഹലോ ടീച്ചറെ, നമുക്കൊരാഴ്ചത്തേക്ക് ടൂർ പ്ലാൻ ചെയ്താലോ? എവിടേക്കാ? കൂട്ടിക്കോട്ടാലോ? ഹലോ, നമസ്കാരം. എടക്കാട് പോലീസ് സ്റ്റേഷൻ. സാറേ, ഇത് SN കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്. ആ, ഇവിടെ SFIയും കേശവും തമ്മിൽ പടി നടക്കാൻ പോവുകയാണേ. അടി തുടങ്ങിയാ?
തുടങ്ങിയില്ല, ഇപ്പൊ തുടങ്ങും. ആ എന്നാ അടി തുടങ്ങിയിട്ട് വിളിക്ക്. തുടങ്ങിയിട്ട് വിളിക്കാനാ? അടി പൊട്ടിയെടുത്ത് പോകാൻ തന്നെ വണ്ടിയിൽ എണ്ണിയില്ല. എന്നിട്ട് വേണ്ട അടി പൊട്ടുന്നതിന് മുമ്പേ പോയാ. അതെ, അടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നാളെ കൊറിയർ അയച്ചു കൊടുത്ത പോലെ. അതൊക്കെ നാളെ കിടാം. 2 മിനിറ്റ് ഓണം. കൺഗ്രാജുലേഷൻ. താങ്ക് യു JP. ടീച്ചറെ, ടൂർ ക്യാൻസൽഡ്. അപ്പൊ നമ്മുടെ ഊട്ടി നമുക്കൊരു 1 ഡേ ട്രിപ്പ് ആക്കിയാലോ? 1 ഡേ ട്രിപ്പ് വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട. ഓ, ഹലോ പോലീസ് സ്റ്റേഷൻ. എന്താ അടി പൊട്ടിയാ? അടി തുടങ്ങിയിട്ടില്ല സാറേ, അതുകൊണ്ട് പുറപ്പെടണ്ട. ആ അതാ ഞാൻ പറഞ്ഞത്, അടി പൊട്ടിയിട്ട് വിളിക്കാൻ. 500 രൂപ എണ്ണ ലാഭമായി, അത്ര തന്നെ. JP, എൻ്റെ ഇത്രയും വർഷത്തെ സർവീസിനിടയിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഞാനിവിടെ പ്രതീക്ഷിച്ചത്. പക്ഷെ താൻ മാറ്റി കളഞ്ഞിടൂ. തന്നെപ്പോലുള്ളവരാണ് എല്ലാ സംഘടനയുടെ മുന്നിൽ നിൽക്കേണ്ടത്. താൻ തോറ്റതിൽ എനിക്ക് വ്യക്തിപരമായി ദുഃഖമുണ്ട്. പക്ഷെ തൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് അത് തനിക്ക് ജീവിതത്തിൽ ഗുണം ചെയ്യും. തോറ്റ് നാറേജും പറഞ്ഞിട്ട് തോപ്പിച്ചൊരു മാല ഇട്ട് കൊടുത്തിരിക്കുന്നു. അടിപൊളി വേണ്ടടാ. എടാ, നിനക്ക് ഓണ്ട അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫോൺ വിളിച്ച് കൺഗ്രാറ്റ്സ് പറഞ്ഞാൽ പോരായിരുന്നോ? ഇതെന്തായാലും മോശമായി പോയി. അത് ശരിയാ. നമ്മുടെ സുജിത് ലാലിനെ കൊന്നവരാണെന്നെങ്കിൽ നീ ഓർക്കണായിരുന്നു. ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എപ്പോൾ നോക്കിയാലും അടിയും പിടിയും കൊലപാതകവും. സുജിത്ത് ലാലിന്റെ പകരം ചോദിക്കണം, അപ്പുറത്തൊരുത്തം വേണം. അപ്പോഴേ നീ ഈ പറഞ്ഞ സമാധാനം കറക്റ്റാവും. മോനെ, എന്നോടുള്ള വാശിക്കാണ് മാങ്കുട്ടിയുടെ കഴുത്തിൽ മാലിട്ട് കൊടുത്തത്. ഇത്തവണ ചെയർമാൻ സ്ഥാനാർത്ഥിയാവാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തന്നെയാ. ഓന് മാത്രമേ കോളേജിൽ ഇമേജ് ഉള്ളത്രേ. അങ്ങനെ ഓൻ മാത്രം ഷൈൻ ചെയ്യണ്ട. മാങ്കുട്ടിനെ നമ്മളെ പിള്ളേർ നാളെ വെട്ടും. അതിൻ്റെ പുറകിൽ JP ആണെന്ന് ഞാൻ വരുത്തി തീർക്കും. ഓൻ്റെ മാലിടലും സ്നേഹപ്രകടനമൊക്കെ എല്ലാം ഉടയപ്പോൾ ഞാൻ വരുത്തും. അടുത്ത വട്ടെങ്കിലും എനക്ക് ചെയർമാനാവണം. ആ എന്താ ബിജു? മനു എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓനാ മാങ്കുട്ടിനെ കോളേജിലോട്ട് വെട്ടുന്നാ കേട്ടത്. കോളേജിൽ ആളും ഇറങ്ങിയിട്ടുണ്ട്. ഓനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പെടും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എടാ, നീ എങ്ങനെ അറിഞ്ഞത്? എടാ, അതല്ല ഞാൻ പറയാം. ഇത് എനിക്കൊരു കോള് വരുന്നത്, നീ വെച്ചേ. ആ ശരി. എന്താടാ JP? എടാ സുബിനെ, നീ പേടിയാ? ഇതാ ഒരു ചായ കുടിക്കാൻ വന്നാ? പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. എന്താടാ? എടാ, നമ്മുടെ സുജിത്ലാലിന് പകരം നിന്നെ കൊല്ലാൻ മനു പ്ലാൻ ചെയ്യുന്നുണ്ട്. സംഘടന തീരുമാനമല്ല, ആരൊക്കെ കൂടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസത്തേക്ക് നീ കോളേജിൽ വരണ്ട, മനസ്സിലായോ? ഓക്കേടാ. JP പോലീസ്. എന്താ സാറേ പ്രശ്നം? ഓനെന്തിനാ അറസ്റ്റ് ചെയ്തേ? ഇവനാണ് കോളേജ് ചെയർമാൻ സുബിൻ മാങ്കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചത്. ആയുധങ്ങളായിട്ടാണ് പിടികൂടിയത്. ഇവനെ കൊണ്ടുപോയേ പറ്റൂ. അത് മാങ്കുട്ടിനെ കൊല്ലാനെന്ന് സാറെങ്ങനെ ഉറപ്പിച്ചേ? തെളിവുണ്ടോ? ഓനെ കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കൂല സാറേ. തെളിവാ സാറാടാ.
ഞാൻ പറഞ്ഞ കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. എടാ, നമ്മുടെ സുമിത്രാലിന് പകരം നിന്നെ കൊല്ലാൻ മനു പ്ലാൻ ചെയ്യുന്നുണ്ട്. സംഘടന തീരുമാനമല്ല, ആരൊക്കെ കൂടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസത്തേക്ക് നീ കോളേജിൽ വരണ്ട, മനസ്സിലായോ? ഇനി കൊണ്ടുപോകലല്ലേ? ഒരു മാസം കളിക്കാം. അടിച്ച് കൊല്ലണം ഈ ചേട്ടനെ. ഷംസീറ, ഈ നാറിയനി മുതൽ SFI ഉണ്ടാവരുത്. വേണ്ട, ഇവൻ മാത്രല്ല മനുവേനി ഉണ്ടാവില്ല. ഇവർ രണ്ടുപേരും ചെയ്ത് സംഘടന വിരുദ്ധമാണ്. ഇനി സംഘടന തീരുമാനിക്കട്ടെ എന്താന്ന്. ഇപ്പൊ എല്ലാവരും പിരിഞ്ഞു പോണം. സോറി ജിപി, എനിക്ക് വേറെ വഴിയുണ്ടായിട്ടില്ല. പിന്നെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മളൊക്കെ രാഷ്ട്രീയക്കാരല്ലേ. പക്ഷേ എല്ലാ രാഷ്ട്രീയക്കാരും നിന്നെപ്പോലെ തന്തക്ക് പറക്കാത്തവരല്ല. പോടാ നായിൻ്റെ മോനെ. അപ്പോ പുറത്താക്കിയില്ലേ? നിങ്ങൾ എന്നോട് പറഞ്ഞേ ജീവിതത്തിലെപ്പം വിപ്ലവവും ആദർശവും ഒക്കെ വേണമെന്ന്. എന്നിട്ടോ എൻ്റെ ജീവിതം കട്ടപ്പോകയായി. ചിരിച്ചോ, നല്ലോണം ചിരിച്ചോ. പിന്നെ ഞാൻ കരയണോ? ഞാൻ കോളേജിൽ പോകുന്നില്ല. ഞാൻ കോളേജിൽ പോകുന്നില്ല എന്ന്. കോളേജ് പോകുന്നില്ലെന്നോ? SFI എന്നല്ലേ നിന്നെ പുറത്താക്കിയുള്ളൂ, കോളേജിൽ നിന്ന് പുറത്താക്കിയില്ലല്ലോ. എടാ, സംഘടനയ്ക്ക് നിന്നെ വേണ്ടെങ്കിലേ ആ സംഘടനയെ നീയും വേണ്ടെന്ന് വെക്കണം. ഓട്ടപ്പോലെ അധ്യാപകനായ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം നാട്ടുകാരെ മുഴുവൻ പഠിപ്പിക്കാൻ നടന്നതിന്റെ ഫലം ഇത്. എന്നിട്ട് നാട്ടുകാർ പഠിച്ചു. നഷ്ടങ്ങൾ മുഴുവൻ എനിക്ക്. ഇനി ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ നിന്റെ പഠിപ്പ്, കഴിഞ്ഞില്ലേ? അതുവരെ മറ്റൊന്നിലും ശ്രദ്ധ കൊടുക്കാതെ എൻ്റെ മോൻ പഠിപ്പിൽ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപക്ഷെ ദൈവം അതിന് അനുവദിച്ചു തന്ന സമയമായിരിക്കും ഇത്. അച്ഛനിപ്പം ദൈവമൊക്കെ ഉണ്ടല്ലേ? അതെ, ഒറ്റപ്പെട്ട ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 4 ആയില്ലേ. എല്ലാ ദൈവങ്ങളും എൻ്റെ മുന്നിൽ വരും. എന്നെ ബോംബെറിഞ്ഞ് വെട്ടിക്കൊല്ലാൻ നേതൃത്വം നൽകിയവൻ 1 കൊല്ലം കഴിഞ്ഞപ്പോ ഓന്റെ പാർട്ടി വിട്ട് നമ്മുടെ പാർട്ടി ചേർന്നു. എന്തായിരുന്നു അവനുള്ള സ്വീകരണം? അതൊക്കെ അത്രേ ഉള്ളൂ. നീ ചെയ്തത് 100% ശരിയാ. അക്രമം ഇല്ലാതാക്കാനല്ലേ നീ പ്രവർത്തിച്ചുള്ളൂ. അച്ഛൻ എന്നും നിന്റെ ഭാഗത്താണ്. നന്നായി പഠിക്കുന്നതിന് ആരും തടസ്സം നിൽക്കില്ല. എന്തു വന്നാലും തളരരുത്. നീ എന്താ ക്ലാസ്സിൽ പോയിട്ടില്ലേ? എന്താ അച്ഛനും മോനും കൂടി ഒരു ഗൂഢാലോചന? അത് ഓനെ SFI പുറത്താക്കിന്ന്. അത് നന്നായി. ഇപ്പെങ്കിലും അവർക്ക് നല്ല ബുദ്ധി തോന്നിയല്ല. ബാച്ചിലർ പാർട്ടിയാണ്. നീ ഇതെങ്ങോട്ടാ? നമ്മൾ സിനിമക്ക് പോന്നാ? പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കിളി പോയി. കാണാൻ വരുന്ന? ഇല്ലടാ, ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. എനിക്ക് പഠിക്കണം, ഫൈനൽ ഇയറിലെ. നമുക്ക് ലഞ്ച് ബ്രേക്കിന് വേണം. ഇനി അങ്ങോട്ട് പഠനകാലം. ഓ
And now,